എല്ലാവിധ ചർമ്മരോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ. ലേസർ ഹെയർ റിമൂവൽ, ഹൈഡ്രാ ഫേഷ്യൽ, ലേസർ ടാറ്റു റിമൂവൽ, കാർബൺ പീൽ ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി, കോസ്മെറ്റിക് ഗൈനക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം. ടു ലുക്ക് ഗുഡ് നൗ ആൻഡ് എവർ ആഫ്റ്റർ. അസീസിയ ഹെൽത്ത് പ്ലസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തെറ്റിക് സെന്റർ, പൊറ്റത്തപ്പടി, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മംഗലത്തെ മംഗളമാക്കാൻ വികസന സങ്കല്പ ശില്പശാല. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മംഗലം ഡിവിഷൻ മെമ്പർ ആരതി പ്രദീപ് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനമായിരുന്നു മംഗലത്തെ എല്ലാ രീതിയിലും മംഗളമാക്കുമെന്ന്. ഇതിനായി പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന്റെ പ്രാഥമിക ഘട്ടമായി വികസന സങ്കല്പ ശില്പശാല ഫെബ്രുവരി 15 ഞായറാഴ്ച പുറത്തൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തുന്നു. മംഗലം ഡിവിഷനിൽ നിന്നുള്ള 70 വാർഡ് മെമ്പർമാരും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുക്കുന്ന ശില്പശാല രാവിലെ 9 മണിക്ക് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് മംഗലത്തെ മംഗളമാക്കാനുള്ള ഒരു യാത്ര എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്നുള്ള രീതിയിൽ മംഗലം ഡിവിഷനിലെ മുഴുവൻ മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വികസന സങ്കല്പ ശില്പശാല സംഘടിപ്പിക്കാൻ ഈ 15-ാം തീയതി പുറത്തൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിൽ ഈ ഒരു വികസന സങ്കല്പ ശില്പശാലയിൽ 70 മെമ്പർമാരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ പങ്കെടുക്കും. ഈ ചടങ്ങ് ബഹുമാനപ്പെട്ട നമ്മുടെ MLA കുറുക്കോളി മൊയ്തീൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ശില്പശാലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ 70 മെമ്പർമാരുടെയും ഇടയിൽ നമ്മളൊരു സർവേ ഇതിനോടകം തന്നെ നടത്തിക്കൊണ്ട് വരികയാണ്. ഇതിൽ ജയിച്ച മെമ്പർമാർ എന്നതിൽ ഉപരി പരാജിതരായവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് ഏകീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു ചർച്ചയാണ് ഈ സെമിനാറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മളോട് സഹകരിക്കുന്നത് മലയാള സർവകലാശാലയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എറണാകുളത്തെ ഇന്നോവേഷൻ റിസർച്ച് സൊസൈറ്റിയും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അവരാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഈ വർഷം 70 വാർഡുകളിലായിട്ട് 70 ഫാമിലി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനുള്ള ഒരു ചർച്ച നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഡിവിഷനിലെ മുഴുവൻ സ്കൂളുകളിലെയും LSS USS കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം കൂടെ ഈ അധ്യയന വർഷം ആരംഭിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മഹാകവി വള്ളത്തോളിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം എന്ന രീതിക്ക് എല്ലാ വർഷവും വിപുലമായിട്ടുള്ളൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കൂടെയുള്ള ചർച്ചകളുണ്ട്. അതോടൊപ്പം തന്നെ കായിക പരിശീലനത്തിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും, അതുപോലെ തന്നെ തൊഴിൽ ഇല്ലായ്മ എന്നുള്ള വലിയൊരു രൂക്ഷമായ വിഷയം, അതിനെ മറികടക്കാൻ വേണ്ട സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് തുടങ്ങി യുവസമ്പത്ത് എങ്ങനെ നമ്മുടെ നാടിന് വേണ്ടി വിനിയോഗിക്കാം എന്നുള്ള ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നമ്മൾ ഈ സെമിനാറിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. വിപണിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത പരിശോധിക്കുമെന്നുള്ളത്. അത്തരത്തിൽ ഇപ്പോൾ 70 വാർഡുകളിൽ 70 ഫാമിലി സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ 70 കുടുംബങ്ങൾക്ക് അതിൻ്റെ ഒരു തൊഴിൽ സാധ്യത കൂടെ നൽകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ വിദഗ്ധ അംഗങ്ങളുമായിട്ട് ടീമുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് അതിൻ്റെ പദ്ധതികൾ എങ്ങനെയാണ് ഒരു സമഗ്രമായൊരു DPR തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അപ്പോൾ ഈ ഒരു വർഷം തന്നെ അത് ആരംഭിക്കണം എന്നുള്ളൊരു തീരുമാനമാണ്. ബാക്കിയുള്ള പദ്ധതികൾ ഈ ചർച്ചയിൽ വരുന്നതിനനുസരിച്ച് ഓരോ മെമ്പർമാരും അതുപോലെ തന്നെ അവിടെ മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥികളും നൽകുന്ന നിർദ്ദേശമനുസരിച്ച് എല്ലാവരോടും ആ വാർഡിൻ്റെ പരമാവധി 10 ഡിമാൻഡുകളെങ്കിലും ആ വാർഡിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങളിലെ ഒരു 10 ഡിമാൻഡുകളെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. ശില്പശാലയ്ക്ക് മുന്നൊരുക്കമായി വാർഡ് മെമ്പർമാരിൽ നിന്നും ശേഖരിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചർച്ച നടക്കും. മലയാള സർവകലാശാലയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റും എറണാകുളത്തെ ഇന്നോവേഷൻ റിസർച്ച് സൊസൈറ്റിയുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. 70 വാർഡുകളിലും ഫാമിലി സ്റ്റാർട്ടപ്പുകൾ ഈ വർഷം ആരംഭിക്കും. പൊതുവായ ഒരു മംഗലം ബ്രാൻഡിൽ ഉൽപാദന വിപണന മേഖല രൂപപ്പെടുത്തും. ടൂറിസം രംഗത്തും പുതിയ സാധ്യതകൾ പഠന വിധേയമാക്കും. ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്ക് LSS USS സ്കോളർഷിപ്പ് പരീക്ഷാ പരിശീലനം ഈ വർഷം ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കി ഉചിതമായ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പാക്കുവാൻ നടപടികൾ ഈ വർഷം ആരംഭിക്കും. യുവതീ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുവാനും കായിക പരിശീലന സൗകര്യത്തിനും പദ്ധതികൾ ചർച്ച ചെയ്യും.
ഇത് സംബന്ധിച്ച് ചേർന്ന പത്രസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരതി പ്രദീപ്, സൻസദ് ആദർശ് ഗ്രാമയോജന മുൻ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ അഹമ്മദ്, പുറത്തൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CM പുരുഷോത്തമൻ, സലീം കുട്ടായി, IP ജലീൽ, UP ഖമറു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.